നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരിക്കലും മറക്കാനാകാത്ത കേരളത്തെ ഏറെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇലന്തൂർ ഇരട്ട നരബലി കേസ്. ഈ കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസിൽ പ്രതിയാവുകയാണ്. എന്താണ് സംഭവമെന്ന് നോക്കാം. മുഹമ്മദ് ഷാഫിയുടെ മുണ്ടിന്റെ മടിക്കുത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഹെറോയിൻ പിടികൂടിയിരിക്കുകയാണ്. നരബലി കേസിലെ വിചാരണ നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് പോലീസിനൊരു സംശയം തോന്നുന്നു. പോലീസ് പരിശോധിക്കുന്നു. 2 ചെറിയ പ്ലാസ്റ്റിക് ബോട്ടുകളായി ലഹരി പിടികൂടുകയായിരുന്നു. പനമ്പിള്ളി നഗറിലെ കേരള ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതിയിലാണ് നരബലി കേസിന്റെ വിചാരണ നടക്കുന്നത്. ഈ കോടതിയിൽ വിചാരണയ്ക്കായി എത്തിച്ച ശേഷം ഇറങ്ങിയപ്പോഴാണ് ഇയാളുടെ കയ്യിൽ നിന്ന് ഹെറോയിൻ കണ്ടെത്തുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നത് ചോദ്യം. ഇന്നലെ വിചാരണയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ഷാഫി മുണ്ടിന്റെ മടിക്കുത്ത് മടക്കി പിടിച്ചിരിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പരിശോധിച്ചു. തുടർന്ന് 6 ഗ്രാം ഹെറോയിനാണ് കണ്ടെത്തിയത്. സംഭവം ഉടനടി വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ടൗൺ സൗത്ത് പോലീസിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ സൗത്ത് പോലീസ് രാത്രി 7:35ഓടെ ദേഹപരിശോധന പൂർത്തിയാക്കി. രാത്രി 10 മണിയോടെ ഷാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഷാഫി പിന്നീട് ജയിലിലേക്ക് മാറ്റി. ശുചിമുറിയിൽ പോയ സമയത്ത് 2 പേർ ഷാഫിക്ക് ഹെറോയിൻ കൈമാറിയതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ നിഗമനമായിരിക്കുകയാണ്. അറിയാവുന്നതുപോലെ തന്നെ ഇലന്തൂർ നരബലി കേസിലെ മുഖ്യ പ്രതിയാണ് ഈ മുഹമ്മദ് ഷാഫി. കൂട്ടുപ്രതികളായ ലൈലയെയും ഭർത്താവ് ഭഗവത് സിംഗിനെയും വിചാരണയ്ക്കായി കോടതിയിൽ എത്തിച്ചിരുന്നു. കാലടി മറ്റൂരിൽ താമസിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി റോസ്ലിയെ ഇലന്തൂരിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ വിചാരണയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. കടവന്ത്രയിൽ താമസിച്ചിരുന്ന ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന പത്മത്തെ ഷാഫിയാണ് വാഹനത്തിൽ കയറ്റി ഇലന്തൂരിലേക്ക് കൊണ്ടുപോയത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ്. തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ അമ്മയും മകനും പെൺ സുഹൃത്തും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പുലർച്ചെയോടെ 125 ഗ്രാം MDMAയുമായി പ്രതികളെ പിടികൂടുകയായിരുന്നു. 8 വയസ്സുള്ള പെൺകുട്ടിയെയും ലഹരിക്കടത്തിനായി ഇവർ ഉപയോഗിച്ചു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിലെ ആറാലുമുട്ടിൽ പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ സംഘം പിടിയിലാകുന്നത്. ഇഞ്ചക്കൽ സ്വദേശികളായ കിരൺ, അമ്മ ബീന, കിരണിന്റെ സുഹൃത്തുക്കളായ സന്ധ്യ, അക്ഷയ് എന്നിവർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 125 ഗ്രാം MDMAയും കടത്താൻ ഉപയോഗിച്ച കാറും എക്സൈസ് പിടിച്ചെടുക്കുകയായിരുന്നു. ബംഗളൂരിൽ നിന്ന് കാറിൽ തലസ്ഥാനത്തേക്ക് MDMA കടത്തിക്കൊണ്ടുവരികയായിരുന്നു. പോലീസിന്റെയും എക്സൈസിനെ കണ്ണുവെട്ടിക്കാൻ കിരണിന്റെ 8 വയസ്സുള്ള മകളെ ഇവർ യാത്രയിൽ ഒപ്പം കൂട്ടിയെന്ന നിർണായക വിവരവും കൂടി പുറത്തുവരുന്നുണ്ട്. കുട്ടിയെ സുരക്ഷിതമായി ബന്ധുക്കളെ ഏൽപ്പിച്ചുവെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മനോജ് വ്യക്തമാക്കി. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചു നാളുകളായി ഇവരെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി.